ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്കച്ചാറാണ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് നെല്ലിക്കച്ചാറാണ്. സാധാരണ നമ്മൾ അച്ചാറിട്ടാൽ 2-3 ദിവസം കഴിഞ്ഞാലല്ലേ കഴിക്കാൻ പറ്റൂ. അതിൽ ഉപ്പും മുളകുമെല്ലാം പിടിക്കാൻ അത്രയും സമയം വേണം. പക്ഷെ നമ്മുടെ ഈ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചോറിനൊപ്പമോ കഞ്ഞിക്കൊപ്പമോ കഴിക്കാം. നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മൺചട്ടിയിലാക്കി വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം നെല്ലിക്കയുടെ ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ശേഷം ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടിയും ചേർക്കുക. കായപ്പൊടി ഇല്ലാത്തവർ ഒരു കഷ്ണം കായം ചേർത്താൽ മതിയാവും. എന്നിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്ക് 2 സ്പൂൺ അരിയുടെ ആവശ്യമുണ്ട്. പുഴുങ്ങലരിയോ പച്ചരിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ മട്ടയുടെ പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഈ അരിയിട്ട് വറുത്തെടുക്കാം. ഈ അരി ഇത്ര വറുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നെല്ലിക്ക വെന്തോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വേവിൻ്റെ പാകം നമ്മുടെ നെല്ലിക്കേൻ്റെ മുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. നെല്ലിക്ക 2ആയി പിളർന്ന് വന്നിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ വേവിൻ്റെ പാകം. ഇനി നമുക്ക് ഈ നെല്ലിക്കയൊക്കെ പീസാക്കി എടുക്കണം. കട്ടുകം വെച്ച് ഇതുപോലെ കുത്തി പീസാക്കി എടുക്കണം. ഞാൻ നേരത്തെ വറുത്ത് വെച്ച അരി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ച നെല്ലിക്ക ഞാൻ ഒന്നുകൂടിയും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചെടുത്ത അരി കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചു വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം 2 സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കടുകും മുളകും പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടിയും ചേർത്ത് നമ്മുടെ അച്ചാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ഇൻസ്റ്റൻറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.